കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണിത്. കുട്ടികൾ ഹാർഡ് വർക്കായിട്ട് പഠിക്കുന്നു, സ്മാർട്ട് വർക്കായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന പലപ്പോഴും സംശയങ്ങളുണ്ടാവാം. ഉദാഹരണത്തിന്, ഞാൻ ഒരു കച്ചവടം നടത്തുന്നു. എല്ലാ ദിവസവും 100 രൂപയാണ് കച്ചവടത്തിന് ലഭിക്കുന്നതെങ്കിൽ ആ കച്ചവടം എല്ലാ ദിവസവും ഞാൻ അതേ രീതിയിൽ തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന സംഖ്യയും 100 തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വസ്തുക്കൾ മുന്നിൽ വെക്കേണ്ടി വരും, ചിലപ്പോൾ ആകർഷിക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ കിട്ടുന്ന 100 ചിലപ്പോൾ 200, 300 ആവും. ഇതുപോലെ പഠന മേഖലയിൽ പഠിക്കുന്ന പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നേരത്തെ അതായത് എക്സാമിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ, ഇതുവരെയുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിലവിൽ കിട്ടുന്ന മാർക്ക് തന്നെയായിരിക്കും കിട്ടുക. അതായത് 5 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടി ആ 5 മണിക്ക് എഴുന്നേൽക്കുന്ന, നിലവിൽ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അതേ സ്റ്റൈൽ തന്നെ സ്വീകരിക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് മാർക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. ചിലപ്പോൾ ആ സ്റ്റൈലൊന്ന് മാറ്റി, അല്ലെങ്കിൽ ആ സിസ്റ്റം ഒന്ന് മാറ്റി ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. കൂടുതൽ സമയവും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ ആ സ്റ്റൈലൊന്ന് മാറ്റി ഗ്രൂപ്പായിട്ട് പഠിക്കേണ്ടി വരും. ലേണിംഗ് സ്റ്റൈലുകൾ മാറ്റുക എന്നതൊരു പ്രധാന ഘടകമാണ്. അതായത് പഠനം നടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്ലാസ് റൂമിൽ നിന്നും കേട്ടത് 20% ഓർമ്മയിൽ കേൾക്കൂ എന്നാണ്, വായിച്ചത് 30%. അതേ സ്ഥാനത്ത് അത് ആക്ട് ചെയ്തത് അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാക്കി പ്രാക്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 80% നമ്മുടെ ഓർമ്മയിൽ കിടക്കുമെന്നാണ്. ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ വായിക്കുന്നതെല്ലാം 20% നമ്മൾ ഓർമ്മയിൽ കിടക്കും, എക്സാമിന് വരുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ പഠനത്തിൻ്റെ സ്റ്റൈല് മാറ്റുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല, സ്മാർട്ടായിട്ട് പഠിക്കണമെന്നും പറഞ്ഞു. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ ഓർമ്മപ്പെടുത്താം. വിബ്ജിയോർ എന്ന് നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ മഴവില്ലിൻ്റെ കളറുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ്. അതായത് വി എന്ന് പറയുന്നത് വയലറ്റ്, ഐ എന്ന് പറയുന്നത് ഇൻഡിഗോ തുടങ്ങിയിട്ടുള്ള ഓരോന്നിനും ഓരോ ഫുൾ ഫോം നമ്മൾ ഉണ്ട്. ഓരോ മഴവില്ലിൻ്റെ ഓരോ കളറുകളാണ്. പക്ഷെ അതിനെ മൊത്തം ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ആ കളറുകളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് അതിനെ ഒരു വേർഡാക്കി ഒരു പദമാക്കി മാറ്റുകയാണ്. അപ്പോൾ വിബ്ജിയോർ എന്ന ആ വാക്ക് നമ്മുടെ ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, റെയിൻബോ അഥവാ മഴവില്ലിൻ്റെ കളർ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ കളറുകളെ ഓർക്കേണ്ട ആവശ്യമില്ല, വിബ്ജിയോർ ഓർത്താൽ മതി. അപ്പോൾ വിബ്ജിയോർ ഓർക്കുന്ന സമയത്ത് അതിൽ വി വരും, ഐ വരും, ബി വരും. ബി ബ്ലൂ എന്നെ സൂചിപ്പിക്കുന്നു, ജി ഗ്രീനെ സൂചിപ്പിക്കുന്നു എന്നത് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് നേരെ തിരിച്ചാണ് പഠിക്കുന്നെങ്കിലോ, അതായത് ഓരോ കളറിനെയും കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നു, ഗ്രീന്, യെല്ലോ, ഇത് ചിലപ്പോൾ ഓർമ്മയുടെ അറകളിൽ കിടക്കണമെന്നില്ല. അതായത് നമ്മുടെ വീടുകളിൽ അലമാരയുണ്ടെങ്കിൽ ഈ അലമാരയിൽ പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പ്രയാസമായിരിക്കും. അതായത് ഒരു ഹിസ്റ്ററിയുടെ പുസ്തകം കിട്ടണം, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിൻ്റെ പുസ്തകം കിട്ടണം, ഇംഗ്ലീഷിൻ്റെ പുസ്തകം കിട്ടണം, ചിതറിക്കിടക്കുന്നു, നമുക്ക് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത് കിട്ടാൻ കഴിയണമെന്നില്ല. അതേ സ്ഥാനത്ത് ജിയോഗ്രഫിൻ്റെ ഒരു ഏരിയ, അതുപോലെ ബയോളജിയുടെ വേറൊരു ഏരിയ, ഇങ്ങനെ മാറ്റി തിരിച്ച് അവിടെ ലേബൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പുസ്തകം എടുക്കാൻ കഴിയും. ഇതുപോലെയാണ് ഓർമ്മയും. ഓർമ്മകളുടെ തട്ടുകളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഏരിയകളിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതികളിൽ അത് ക്രമീകരിക്കണം. 100ഓളം മെമ്മറി ടെക്നിക്കുകൾ, പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാനുള്ള വഴികളുണ്ട്. ഈ വഴികളിൽ ഓരോ സബ്ജക്റ്റിനും അനുസരിച്ചുള്ള ടെക്നിക്ക് ഏത് എന്ന് നോക്കിയിട്ട്, ചിലപ്പോൾ എസ്സേക്ക് സ്വീകരിക്കുന്ന ടെക്നിക്ക് ആയിരിക്കണമെന്നില്ല ഒരു കെമിസ്ട്രി പഠിക്കുമ്പോൾ വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്സിന് എസ്സേയിൽ സ്വീകരിക്കുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ ഓരോന്നിനും പറ്റുന്ന ടെക്നിക്കുകൾ ഏത് എന്ന്, ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന വഴി ഏത് എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് നേടി ഉയരങ്ങളിൽ എത്താൻ സാധ്യമാണ്. നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നതാണ്. ആ ഒരു കോൺഫിഡൻറ്റോടു കൂടി കുട്ടികളെ പഠിക്കൂ, തീർച്ചയായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ്. എല്ലാവിധ സന്തോഷം നേരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.